വിമാനവാഹിനി കപ്പൽ ഫ്യൂജിയാൻ സൈന്യത്തിൻ്റെ ഭാഗമാക്കി ചൈന. തദ്ദേശീയമായി വികസിപ്പിച്ച വിമാനവാഹിനി കപ്പലാണ് ഫ്യൂജിയാൻ. ഇതോടെ ചൈനയുടെ വിമാനവാഹിനികളുടെ എണ്ണം 3 ചൈനയുടെ ആദ്യ 2 കാരിയറുകൾ ലിയോണിംഗ്, ഷാൻഡോങ് എന്നിവയാണ്. റഷ്യൻ നിർമ്മിതമാണിവ. എന്നാൽ ഫ്യൂജിയാൻ ചൈന സ്വന്തമായി നിർമ്മിച്ചതാണ്. വൈദ്യുത കാന്തിക കാറ്റർപൾട്ടുകൾ ഉള്ള വിമാനവാഹിനിയാണ് ഫ്യൂജിയാൻ. ഈ സാങ്കേതികവിദ്യ സ്വന്തമായി വികസിപ്പിച്ച രണ്ടാമത്തെ രാജ്യമാണ് ചൈന. വിമാനങ്ങൾ കൂടുതൽ വേഗത്തിൽ കുതിച്ചുയരാൻ സഹായിക്കുന്ന സാങ്കേതികവിദ്യയാണിത്. നിലവിൽ US വിമാനവാഹിനികളിൽ മാത്രമാണ് ഈ സാങ്കേതികവിദ്യയുള്ളത്. പരന്ന ഫ്ലൈറ്റ് ഡെക്കാണ് ഈ വിമാനവാഹിനിക്കുള്ളത്. കാറ്റർപൾട്ട് സംവിധാനം ഉപയോഗിച്ച് 3 വ്യത്യസ്ത തരം വിമാനങ്ങൾക്ക് ഇതിൽ നിന്ന് പറന്നുയരാൻ സാധിക്കും. കൂടുതൽ ഭാരമുള്ള ആയുധങ്ങളും ഇന്ധനവും വഹിക്കുന്ന വിമാനങ്ങളെ വഹിക്കാൻ സാധിക്കും. അതിനാൽ വളരെ അകലെ നിന്ന് തന്നെ ശത്രുവിന് നേരെ ആക്രമണം നടത്താനും കഴിയും. 85,000 ടൺ കേവ് ഭാരമുള്ള ഭീമൻ വിമാനവാഹിനി കപ്പലാണ് ഫ്യൂജിയാൻ. 316 മീറ്ററാണ് നീളം, 76 മീറ്റർ വീതിയുമുണ്ട്. 40 യുദ്ധവിമാനങ്ങളെയും 12 ഹെലികോപ്റ്ററുകളെയും വഹിക്കാനുള്ള ശേഷിയും ഇതിനുണ്ട്. 2010 ഈ വിമാനവാഹിനിയുടെ നിർമ്മാണം തുടങ്ങിയത്. 2024 നീറ്റിലിറക്കി. 10 തവണ കടൽ പരീക്ഷണങ്ങൾ നടത്തി. നവംബർ 5 ഫ്യൂജിയാൻ്റെ കമ്മീഷനിങ് നടന്നു. US പക്കലുള്ള സൂപ്പർ കാരിയർ കപ്പലായ കിറ്റി ഡോക്കിന് തുല്യമാണ് ഫ്യൂജിയാൻ. യുദ്ധക്കപ്പലുകളുടെ എണ്ണത്തിൽ US ചൈന മറികടന്നിരിക്കുന്നു. സൈന്യത്തിൻ്റെ ആധുനികവൽക്കരണത്തിൻ്റെ ഭാഗമായാണ് ചൈന ഫ്യൂജിയാനെ സജ്ജമാക്കിയത്. അതിനിടെ 2020 മുതൽ ചൈന തങ്ങളുടെ മിസൈൽ ഉൽപ്പാദന കേന്ദ്രങ്ങൾ വൻതോതിൽ വികസിപ്പിക്കാൻ തുടങ്ങിയതായി റിപ്പോർട്ട്. US സൈന്യത്തെ ഉപരോധിക്കാനും മേഖലയിലെ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാനുമുള്ള ചൈനയുടെ തന്ത്രപരമായ നീക്കമാണിതെന്നും CNN റിപ്പോർട്ടിൽ പറയുന്നു. പ്രസിഡന്റ് ഷീ ജിൻപിങ് 2012 അധികാരത്തിൽ വന്ന ശേഷമാണ് സൈനിക ശക്തിയിൽ വലിയ കുതിച്ചുചാട്ടം ചൈന നടത്തിയത്. പീപ്പിൾസ് ലിബറേഷൻ ആർമിയെ ശക്തമാക്കാൻ കോടിക്കണക്കിന് ഡോളർ നിക്ഷേപമാണ് ചൈന നടത്തിയത്. ചൈനയുടെ പ്രതിരോധത്തിൻ്റെ ശക്തി ചൈനയുടെ ആണവ ശേഖരം കൈകാര്യം ചെയ്യുന്ന PLA റോക്കറ്റ് ഫോഴ്സാണ്. പ്രതിരോധത്തിൻ്റെ നെടുന്തൂണാണ് പ്രതിരോധത്തിൻ്റെ നട്ടെല്ലെന്നാണ് ഈ സേനയെ ഷീ ജിൻപിങ് വിശേഷിപ്പിച്ചത്. മിസൈൽ ഉൽപ്പാദനവുമായി ബന്ധമുള്ള 136 കേന്ദ്രങ്ങളിൽ 60% സൈറ്റുകളിലും വൻതോതിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതായാണ് റിപ്പോർട്ട്. ഹ്രസ്വദൂര ഹൈപ്പർസോണിക് ആണവശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈലുകളുടെ ഉൽപ്പാദനശേഷി കുത്തനെ വർദ്ധിപ്പിക്കാനും ചൈന ലക്ഷ്യമിടുന്നുണ്ട്. 2023 മുതൽ ചൈന തങ്ങളുടെ ആണവായുധ ശേഖരം പ്രതിവർഷം ഏകദേശം 100 വാർഹെഡുകൾ എന്ന നിരക്കിൽ മറ്റ് രാജ്യങ്ങളെക്കാൾ വേഗത്തിലാണ് വർദ്ധിപ്പിക്കുന്നത്. ചൈനയുടെ വർദ്ധിച്ചു വരുന്ന ഈ മിസൈൽ ശേഷി അമേരിക്ക, ജപ്പാൻ, തായ്വാൻ എന്നീ രാജ്യങ്ങൾക്കൊപ്പം ഇന്ത്യയുമായുള്ള ബന്ധത്തിലും സങ്കീർണതകൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത്.